ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു അടിപൊളി ഏത്തക്ക ഫ്രൈ ആണ്. നമ്മൾ സാധാരണ വാഴക്ക എന്ന് പറയും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാൻ പോവാം. നമ്മൾ സാധാരണ അവിയലിന് അതുപോലെ കറി വെക്കാനൊക്കെ എടുക്കുന്ന ഒരു നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നമുക്ക് വൃത്തിയാക്കി കഴുകിയതിന് ശേഷം ഈ എഡ്ജസ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയണം. തൊലി കംപ്ലീറ്റ് ആയിട്ട് കളയണം എന്നില്ല. എഡ്ജസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യുക, അപ്പോൾ തന്നെ തൊലിയൊക്കെ ഏകദേശം പോയി കിട്ടും. എന്നിട്ട് നമ്മളിത് പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്യൂലേ, അതുപോലെ കട്ട് ചെയ്യണം. പരമാവധി കനം കുറച്ചിട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു കായ 6 പീസാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കനത്തിൽ. ഒരുപാട് വലിയ ഏത്തക്കായാണ് കിട്ടുന്നതെങ്കിൽ ചിലപ്പോൾ 7 8 ഒക്കെ ആക്കാൻ പറ്റുന്നുണ്ടാവും. ഇത് കുറച്ച് വണ്ണം കുറഞ്ഞൊരു ചെറിയൊരു ഏത്തക്കായാണ്. അപ്പോൾ ഞാൻ ഒരു 6 പീസേ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ 6 കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം തിളപ്പിക്കുക. ഒരു ഏകദേശം 1/2 കപ്പ് വെള്ളം മതി. അതിലേക്ക് നന്നായി തിളച്ച് വരുമ്പോൾ ഈ ഏത്തക്കായ ഇട്ട് കൊടുക്കുകയാണ്. വേവിക്കണം എന്നില്ല, പക്ഷേ ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. കാരണം കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാ സ്ഥലത്തും ചൂടൊന്ന് എത്താൻ വേണ്ടിയിട്ട് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കംപ്ലീറ്റ് ആയിട്ട് വേവണം എന്നില്ല, പക്ഷേ ഒന്നങ്ങ് ബോയിലായി കിട്ടണം, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ ഓരോന്നോരോന്നും ഇങ്ങനെ കോരിയെടുക്കുകയാണ്. അല്ലെങ്കിൽ സ്ട്രെയിനറിലേക്ക് മാറ്റിയാൽ ആ വെള്ളം അങ്ങ് കളഞ്ഞാൽ മതി. എന്നിട്ടൊരു മസാലക്കൂട്ട് ഉണ്ടാക്കണം. അതിലേക്ക് ഒരു വലിയ വെളുത്തുള്ളി അല്ലി ഇട്ടിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ നമ്മൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി. നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി കുറച്ചിട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല. 1/2 ടീസ്പൂൺ കംപ്ലീറ്റ് ഇല്ല, ഒരു 1/4 ടീസ്പൂണിലധികം ഗരം മസാല, പെരുംജീരകം 1/4 ടീസ്പൂണ്, പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇട്ടത്. 1 ടീസ്പൂൺ നിറയെ മുളക് പൊടി എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. നാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചാലും മതി. എന്താ നന്നായിട്ട് ഞാൻ പേസ്റ്റ് രൂപത്തിൽ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ആവാം അല്ലെങ്കിൽ കോൺഫ്ലവർ ആവാം, ഏതായാലും കുഴപ്പമില്ല. മസാല അതിലേക്ക് ശരിക്ക് കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊടി ചേർത്തത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കഷ്ണങ്ങളിൽ തേച്ചെടുക്കണം. നമ്മൾ സാധാരണ മീനൊക്കെ എങ്ങനെ മസാല തേക്കുന്നത് അതുപോലെ തന്നെ. ഓരോന്നിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. കാരണം മീനിൻ്റെ പോലെയല്ല, മീനാകുമ്പോൾ നമ്മളിങ്ങനെ വര ഇട്ട് കൊടുക്കും. അപ്പോൾ ആ വരയിലൊക്കെ ശരിക്കും മസാല ഇറങ്ങിപ്പോവും. ഇത് പക്ഷേ അങ്ങനെ ഇല്ലല്ലോ. ഇതാ ഞാൻ എല്ലാം തേച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. മീനൊക്കെ പൊരിക്കാൻ വേണ്ടിയുള്ളതുപോലെ തന്നെ ഷാലോ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിച്ചാൽ മതി. അതിലേക്ക് കറിവേപ്പില ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഏത്തക്ക കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ. മാത്രമല്ല ഈ കോട്ടിംഗ് എല്ലാം അതൊന്ന് ഇളകി പോവുകയും ചെയ്യും. അപ്പോൾ കഴിക്കാനും അത്ര അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാനിപ്പോൾ 6 പീസും ഒറ്റ ബാച്ചിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ കുറവുണ്ട് തോന്നിയാൽ മാത്രം ഒഴിച്ചു കൊടുക്കാം. ഞാൻ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞു തോന്നുമ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് വലിയൊരു പണിയൊന്നുമല്ല, പക്ഷേ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ. അടിപൊളിയായിട്ട് കഴിക്കാം. നമുക്ക് കൊണ്ടാട്ടമൊക്കെ ഉള്ളതുപോലെ തന്നെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാവുന്നൊരു ഐറ്റമാണ്.
ഇതാ കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇത് നമുക്ക് വഴുതനങ്ങയൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ തിളപ്പിക്കൊന്നും വേണ്ട. അതുപോലെ കയ്പ്പ ഒക്കെ ഇതുപോലെ ചെയ്തെടുക്കാം. എല്ലാം തന്നെ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇതൊരു വെറൈറ്റിയാണ്. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക് യു.